ഹലോ, അസ്സാം വലൈക്കും. ബിസ്മി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ ചായയോടൊപ്പം വിൽക്കുന്ന ഉണ്ടംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. എനിക്കിന്നിപ്പോൾ ഒരു 40 ഉണ്ടംപൊരി ഉണ്ടാക്കി കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ 1 കിലോ പൊടി എടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കര ഉരുക്കി അരിച്ച് അതും വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാവിലോട്ട് 1 കിലോ മാവാണ് കേട്ടോ ഇതിലോട്ട് കുറച്ച് സോഡാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഈ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് ആദ്യം ഒന്ന് തവി കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ആ ശർക്കരപ്പാനി എല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പഴവും കൂടി അതിനകത്ത് ചേർക്കാം. പഴവും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. നന്നായിട്ട് ചൂടായെന്ന് അറിയാനായിട്ട് നമുക്ക് വെള്ളം ഒന്ന് പതിയെ തളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ അത് മാറി നിന്നിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. എന്നിട്ട് നമുക്ക് ഓരോ ഉരുളകളായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതൊരു 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അടിയിലോട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പതുക്കെ ഇളക്കി നമുക്കത് മറിച്ചിടാം. നമുക്കിത് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ ഇങ്ങോട്ട് കുറച്ചുകൂടി ഡാർക്ക് കളറാകണ വരെ നമുക്കിത് മൊരിയിച്ചെടുക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, നല്ല മധുരവും. ഞാനിത് ചായ എൻ്റെ ഹസ്ബൻഡ് ചായ കൊണ്ടുപോകണേ കടപ്പുറത്ത്. അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് കടികളൊക്കെ കൊണ്ടുപോകും. ഇന്നും പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടംപൊരിയാണ്. എല്ലാവരും കൂടുതൽ വാങ്ങുന്ന ഒരു പലഹാരമാണ് എൻ്റെ ഈ ഉണ്ടംപൊരി. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുകയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യണേ.